സുധീഷ് വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വോളിയം ഓഫ് സോഷ്യൽ സയൻസ് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വോളിയം അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഹിസ്റ്ററിയിൽ വരുന്നത് റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. എത്ര വിപ്ലവങ്ങൾ ഉണ്ടായിരുന്നു? 5 വിപ്ലവങ്ങൾ. അതിലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇന്ന് നമ്മൾ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, ദാറ്റ് ഈസ് യു ഹാവ് ടെക്സ്റ്റ് ബുക്ക് വിത്ത് യു. ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വളരെ നന്നായിട്ട് എത്രയും വേഗം പെട്ടെന്ന് എങ്ങനെ പഠിക്കാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. 2 ടെസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റ് എടുത്ത് വെച്ചിട്ട് തന്നെ വേണം ഇത് പഠിച്ച് തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ റവല്യൂഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ സ്ട്രഗിൾ ദാറ്റ് ട്രൈസ് ടു ചേഞ്ച് ദ സിസ്റ്റം ദാറ്റ് ഡിനൈസ് ഫ്രീഡം ആൻഡ് റൈറ്റ്സ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ദ ന്യൂ വൺ ഈസ് നോൺ ആസ് റവല്യൂഷൻ എന്നുള്ളതാണ്. അതായത് സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സമരമാണ് വിപ്ലവം. അപ്പോൾ നിലവിലുള്ള ഏത് കാര്യമാണെങ്കിലും ശരി, അതിനെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് പുതിയ ഒരെണ്ണത്തിനെ, ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അതൃപ്തി ഉള്ളതുകൊണ്ട്, ഇഫ് ദ പീപ്പിൾ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രിവൈലിംഗ് കണ്ടീഷൻ, അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? അവർ ഒരുമിച്ച് ചേർന്ന് അതിനെതിരെ പോരാടും. അപ്പോൾ അതാണ് റവല്യൂഷൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഓൾ ദ സ്ട്രഗിൾസ് ട്രൈ ടു ചേഞ്ച് ദ സിസ്റ്റം ദാറ്റ് ഡിനൈഡ് ഫ്രീഡം ആൻഡ് റൈറ്റ്സ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ വൺ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത് വാട്ട് ഈസ് റവല്യൂഷൻ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി ഈ റവല്യൂഷനിലേക്ക് നയിച്ച സംഭവം റിനേസൻസ് എന്ന് നിങ്ങൾ കേട്ട് കാണും അല്ലേ? ആ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാറ് ഒരു ചെറിയ ചാർട്ട് പോലെ ആക്കിയിട്ടുണ്ട്. നവോത്ഥാനം അഥവാ റിനേസൻസ് പുതിയ ഉണർവാണ്. അതുവരെ ഉണ്ടായിരുന്ന വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഉണ്ടായ പുതിയ ഉണർവ്. അപ്പോൾ നവോത്ഥാനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. സോ റിനേസൻസ് ലെഡ് ടു സയൻറ്റിഫിക് പ്രോഗ്രസ്, ശാസ്ത്ര പുരോഗതിയിലേക്ക് നയിച്ചു. ശാസ്ത്ര പുരോഗതിയിലേക്ക് നയിക്കുമ്പോഴേക്കും എന്താ പറ്റുക? അതുവരെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും പകരം സോ മെനി ഡോഗ്മാസ് ആൻഡ് ഡിസ്ബിലീവ്സ് പ്രിവെയിൽഡ് അറ്റ് ദ ടൈം. അതിൻ്റെ സ്ഥാനത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള ചിന്തകളുണ്ടായി. അപ്പോഴേക്കും അവിടെ ജ്ഞാനോദയം അഥവാ എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായി. So there was, as the name indicates, there was a light in the minds of people. അത് ഏതിലേക്കൊക്കെ നയിച്ചു? സ്വാതന്ത്ര്യബോധം, അതായത് ഫ്രീഡം, ജനാധിപത്യം, ഡെമോക്രസി തുടങ്ങിയ ഐഡിയാസൊക്കെ അവരുടെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഈ ആശയങ്ങളുടെയൊക്കെ പ്രചാരം മൂലം ഏകാധിപത്യത്തിനെതിരെ ജനങ്ങൾ നീങ്ങാൻ തുടങ്ങി. സോ ദ മൂവ്മെൻറ്റ് വാസ് റിയലി എഗെയിൻസ്റ്റ് ദ ഡെസ്പോട്ടിക് ഓർ ഓട്ടോക്രാറ്റിക് ടെൻഡൻസീസ് ഓഫ് ദ റൂളേഴ്സ്. അപ്പോൾ അതാണ് വിപ്ലവത്തിലേക്ക് നയിച്ചത്. അപ്പോൾ നവോത്ഥാനം ശാസ്ത്ര പുരോഗതിയിലേക്ക്, ശാസ്ത്ര പുരോഗതി ജ്ഞാനോദയത്തിലേക്ക്, ജ്ഞാനോദയത്തിൻ്റെ ഫലമായിട്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യ തുടങ്ങിയ ആശയങ്ങളുടെ പ്രചാരം ഒക്കെ ഉണ്ടായി. സോ റിനേസൻസ് ലെഡ് ടു സയൻറ്റിഫിക് പ്രോഗ്രസ് ആൻഡ് എൻലൈറ്റൻമെൻറ്റ് വാസ് ദ റിസൾട്ട്, ആൻഡ് ആസ് എ റിസൾട്ട് ഫ്രീഡം, ഡെമോക്രസി ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് ഐഡിയാസ് വെയർ പ്രിവൈൽ, അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലർ ആവാൻ തുടങ്ങി, പ്രചരിക്കാൻ തുടങ്ങി. അത് ഏകാധിപത്യത്തിന് അല്ലെങ്കിൽ ഓട്ടോക്രസിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറി. അതാണ് റവല്യൂഷൻ. ആസ് ഐ ഓൾറെഡി മെൻഷൻഡ്, നമുക്ക് 5 വിപ്ലവങ്ങളാണ് പഠിക്കാനുള്ളത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ റവല്യൂഷൻ, പിന്നെ അതുപോലെ ചൈനീസ് വിപ്ലവം, ചൈനീസ് റവല്യൂഷൻ. നമുക്ക് ആദ്യം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ, അമേരിക്കൻ റവല്യൂഷൻ്റെ, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളിലേക്ക് പോവാം. അപ്പോൾ കാരണങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഉള്ളത്. അത് ഒരുമിച്ച് പോയിന്റുകളാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും. കോസസ് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ ഓർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, കൊളോണിയലിസം, മെർക്കന്റിലിസം, ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ്, ടാക്സ് ബേർഡൻ, ഡൈനാമിക് ലീഡർഷിപ്പ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ കോളനി വാഴ്ച, മെർക്കന്റിലിസം, ചിന്തകരുടെ സ്വാധീനം, ഭാരിച്ച നികുതി, ശക്തമായ നേതൃത്വം. ഇപ്പോൾ എക്സാമിനേഷൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഈ കാരണങ്ങൾ, ഇപ്പോൾ ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഡൗൺ ദ മെയിൻ കോസസ് ഓഫ്
അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വിശദമാക്കുക എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഓരോ പോയിന്റുകൾ എഴുതിയിട്ട് അത് വിശദീകരിക്കണം. വിശദീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് സാറ് വരുന്ന ക്ലാസ്സുകളിൽ പറയും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മുദ്രാവാക്യം കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഒരു പ്ലക്കാർഡ് പോലെ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ആരാണ് ഈ മുദ്രാവാക്യം മുഴക്കിയതെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. തീർച്ചയായിട്ടും അവിടെ വന്ന അവിടെ കുടിയേറിയ ജനങ്ങളാണ്. ആരാണ് അവിടെ കുടിയേറിയത്? ഫ്രം ദ 16th century onwards, the Europeans began to migrate North America. The major aim of migration was to exploit resources. By the 18th century ആണ് അത് തുടങ്ങിയതെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ തന്നെ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരവിടെ വന്ന് 13 കോളനികൾ സ്ഥാപിച്ചതിൻ്റെ ചിത്രവുമുണ്ട്, കണ്ടോ. അപ്പോൾ ഈ കോളനികൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ബ്രിട്ടൻ അവരുടെ അധികാരം കാണിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ചില നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം, വാട്ട് ഈസ് മർക്കന്റിലിസം? എന്താണ് മർക്കന്റിലിസം? നോക്കാം. ദ പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മർച്ചൻസ് with the help of their motherland in the colonies. Which colonies? American colonies is known as mercantilism. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കൻ കോളനികൾ നടപ്പാക്കിയ നിയമമാണ് മെർക്കന്റിലിസം. അപ്പോൾ മെർക്കന്റിലിസം ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി നടപ്പാക്കിയതാണ്. സോ വാട്ട് ഈസ് മെർക്കന്റിലിസം? പോളിസി, യെസ്, ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ അമേരിക്കൻ കോളനീസ്. മെർക്കന്റിലിസം എന്നാൽ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കിയതാണ്. ഇത് മെർക്കന്റിലിസ്റ്റ് ലോസ് എന്നറിയപ്പെടുന്നു, മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. നോക്കാം എന്താണ്. നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, മെർക്കന്റിലിസ്റ്റ് ലോസ് നൽകിയിട്ടുണ്ട്. അത് ഒന്നുകൂടി ചുരുക്കി ഇവിടെ കാണിച്ചിട്ടുണ്ട്. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ഒന്നാമത്തത്, ഗുഡ്സ് മസ്റ്റ് ബി ക്യാരിഡ് ഇൻ ബ്രിട്ടീഷ് ഷിപ്സ്. സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിൽ മാത്രമായിരിക്കും. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ലോറി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലേ നോക്കുള്ളൂ. പക്ഷേ ഇവിടെ നിർബന്ധിച്ചിരിക്കുന്നു അവരുടെ കപ്പലുകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തേത്. ഗുഡ്സ് മസ്റ്റ് ബി ക്യാരിഡ് ഇൻ ബ്രിട്ടീഷ് ഷിപ്സ്. സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകൾ മാത്രം ഉപയോഗിക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ, ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ എക്സെട്ര could only be exported to England. കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവയുടെ കയറ്റുമതി ഇംഗ്ലണ്ടിലേക്ക് മാത്രം. അതായത് കൂടുതൽ വിലയ്ക്ക് വാങ്ങുവാനായിട്ട് മറ്റ് രാജ്യങ്ങൾ തയ്യാറാണെങ്കിൽ പോലും ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഇത് കയറ്റുമതി ചെയ്യാവുള്ളൂ. മറ്റൊന്ന്, മൂന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് സ്റ്റാമ്പ് ഷുഡ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ഡോക്യുമെന്റ്സ്. British stamp must be affixed on all the legal documents, newspapers, pamphlets, license, etc. അപ്പോൾ എന്തൊക്കെ ഇടപാടുകൾ നടത്തുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സ്റ്റാമ്പ് ഒട്ടിക്കണം. അതിന് വളരെ എക്സ്പെൻസ് ഉണ്ടാവും. പിന്നെ അടുത്ത ഒന്ന്, പ്രൊവിഷൻ ഓഫ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ടു ദ ബ്രിട്ടീഷ് ട്രൂപ്സ്. ഇംഗ്ലണ്ട് കുറേ സൈനികരെ അവിടെ വെച്ചിട്ടുണ്ട്, അവരുടെ ചെലവ് കോളനികൾ വഹിക്കണം. ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ ചെലവ് കോളനികൾ വഹിക്കണം. ലാസ്റ്റ് അവസാനത്തേത്, ഇമ്പോർട്ട് ടാക്സ്, ഗ്ലാസ്, പേപ്പർ എക്സെട്ര, തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് മെർക്കന്റിലിസം? വിച്ച് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് മെർക്കന്റിലിസ്റ്റ് ലോസ്. മെർക്കന്റിലിസം എന്നാൽ എന്ത്? 5 പ്രധാനപ്പെട്ട മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഏത്? ക്ലിയർ ആയല്ലോ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ് ആണ്. ദ ഐഡിയോളജീസ് ഓഫ് സം തിങ്കേഴ്സ് ആൾസോ സ്റ്റിമുലേറ്റഡ് ദ പീപ്പിൾ ഓഫ് കോളനീസ്. ഇംഗ്ലണ്ടുകാരുടെ ചൂഷണങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ അവർക്ക് പ്രചോദനമായി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പോയിന്റ്സ് തന്നെ ഞാനിവിടെ ചുരുക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇതുപോലെ ചുരുക്കി എഴുതി പഠിച്ചാൽ വളരെ നന്നായിരിക്കും. ഈ പോയിന്റ്സും നോക്കണം, അതോടൊപ്പം തന്നെ ടെസ്റ്റ് നോക്കണം. വളരെ ചുരുക്കി പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കാം. തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജീസ്. 2 പ്രധാനപ്പെട്ട തിങ്കേഴ്സാണുള്ളത്, ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. ജോൺ ലോക്കും തോമസ് പെയിനും. എന്താണ് ജോൺ ലോക്ക് പറഞ്ഞത്? അദ്ദേഹം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എവരി വൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ്, നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം.
മൗലിക അവകാശങ്ങൾ ഹരിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല, പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടി. തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ദർ ഈസ് സംതിങ് അബ്സർഡ് ടു സപ്പോസിങ് എ കോണ്ടിനെന്റ് ബി പെർപെച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. ഏതെങ്കിലും വിദേശ ശക്തി എന്നിവിടെ ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടാണ്. ഈ വൻകര എന്ന് ഉദ്ദേശിച്ചത് അമേരിക്കയാണ്. ദീർഘകാലം കീഴടക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ഈ രണ്ട് ചിന്തകരുടെ സ്വാധീനം ഈ വിപ്ലവത്തിലല്ല, പല വിപ്ലവങ്ങളിൽ ഇതുപോലെ ചിന്തകരുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. തിങ്കേഴ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള മനസ്സ് ഉണ്ടായി. അങ്ങനെ വിപ്ലവ വീര്യം ഉൾക്കൊണ്ട ജനങ്ങൾ, വൻകര ഒന്നാകെ തന്നെ ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരായി വരികയും അവർ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ, പഴയ പുസ്തകത്തിൽ വെർജീനിയ എന്ന് കൊടുത്തിട്ടുണ്ട്, വെർജീനിയ അല്ല ജോർജിയ ആണ് യഥാർത്ഥത്തിൽ, ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ സമ്മേളിക്കുകയും ചെയ്തു. സോ ദ delegates of all colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by the England. It is known as the First Continental Congress. അപ്പോൾ ഇതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ ഫിലാഡൽഫിയയിൽ ചേർന്നതാണ്. സോ ഫസ്റ്റ് കോൺഗ്രസ് ഓഫ് ഫിലാഡൽഫിയ, സെക്കൻഡ് കോൺഗ്രസ് ഓഫ് ഫിലാഡൽഫിയ, ഒന്നാം ഫിലാഡൽഫിയയിലെ കോൺഗ്രസ്, രണ്ടാം ഫിലാഡൽഫിയയിലെ കോൺഗ്രസ്, ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് ഇതൊന്ന് നോക്കാം, ഇതിൻ്റെ പോയിൻറ്റ്സ് ഏതാണെന്ന്. സോ ദ ഫസ്റ്റ് കോൺഗ്രസ് ഓഫ് ഫിലാഡൽഫിയ അല്ലെങ്കിൽ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. നിങ്ങളും പഠിക്കുമ്പോൾ ഇതുപോലെ പോയിൻറ്റ്സ് ആക്കി നോക്കിയാൽ എളുപ്പമായിരിക്കും. ഇറ്റ് വാസ് ടേക്കൺ പ്ലേസ് ഇൻ 1774. 1774 ആ സംഭവം ഉണ്ടായത്. ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ് ദെയർ. ജോർജിയ ഒഴികെയുള്ള കോളനി പ്രതിനിധികൾ സമ്മേളിച്ചു. എന്നിട്ട് അവരെന്താ ചെയ്തത്? യഥാർത്ഥത്തിൽ അവരവിടെ വന്ന് ചേർന്നതിന് ശേഷം, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. സോ ദ ഡിമാൻഡഡ് ദ റെവല്യൂഷൻ ഓഫ് ദ റിവോക്കേഷൻ എന്നാണ് കേട്ടോ. ദ ഡിമാൻഡഡ് ദ റിവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കളയുക. റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ ചെയ്യരുത്, കാരണം ഇത് ഞങ്ങളാണ് ഇവിടെ ഇത്രയും പാടുപെടുന്നത്. അപ്പോൾ അങ്ങനെ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുത്തു. പക്ഷെ എന്ത് സംഭവിച്ചു? രാജാവ് അതിനെ അടിച്ചമർത്തി. സോ അത് സപ്രസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സോ it led to the war between England and colonies. അങ്ങനെ ഇംഗ്ലണ്ടും കോളനികളിലും തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിച്ചു. അപ്പോൾ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കുക. 1774 സമ്മേളിച്ചത്. ജോർജിയ ഒഴികെയുള്ള കോളനികളിലെ പ്രതിനിധികളാണ് സമ്മേളിച്ചത്. വ്യവസായങ്ങൾക്കും വ്യാപാര നിയന്ത്രണത്തിനും ഒക്കെ എതിരായിട്ടായിരുന്നു. അതായത് റിവോക്കേഷൻ ഓഫ് റെഗുലേഷൻസ്, വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണം, അതായിരുന്നു അവരുടെ ഡിമാൻഡ്. അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത്. സോ ഡു നോട്ട് ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ. പക്ഷേ രാജാവ് എന്ത് ചെയ്തു? അതിനടിച്ചമർത്തി. അവസാനം യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ വാറ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളെല്ലാം പ്രതിനിധികൾ വീണ്ടും ഒന്നുകൂടി സമ്മേളിച്ചു ഫിലാഡൽഫിയയിൽ. So it is known as the Second Continental Congress. നോക്കുക, the Second Continental Congress held at Philadelphia in 1775 elected George Washington as the commander-in-chief of the Continental Army. During this time, through the pamphlet titled Common Sense, Thomas Paine declared that it American to break the ties with Britain. ശ്രദ്ധിക്കുക, 1775 ഫിലാഡൽഫിയയിൽ മറ്റൊരു സമ്മേളനം പ്രതിനിധികൾ ചേർന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. തോമസ് പെയിൻ, നേരത്തെ നമ്മൾ കണ്ടില്ലേ, വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകൻ, അദ്ദേഹം കോമൺ സെൻസ് എന്ന ലഘുരേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് എന്ന് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ രണ്ട് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾക്ക് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ചരിത്ര സംഭവമാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്.
The American Continental Congress issued the famous Declaration of Independence on 4th July 1776. The declaration was prepared by Thomas Jefferson, Benjamin Franklin. അപ്പോൾ നോക്കുക, 1776 ജൂലൈ 4-നാണ് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, ആൾ ആർ ഈക്വൽ, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്, എവരി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, അതുകൂടാതെ ലിബർട്ടി, സ്വാതന്ത്ര്യം മുതലായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് നോട്ട് ഓൺ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട പോയിന്റുകൾ 1776 ജൂലൈ 4 എന്നുള്ള ഓർക്കണം, തോമസ് ജെഫേഴ്സണിനെ ഓർക്കണം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ ഓർക്കണം, പിന്നെ എല്ലാവരും തുല്യരാണ്, ആൾ ആർ ഈക്വൽ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. അങ്ങനെ 1781 യുദ്ധം അവസാനിച്ചു. അപ്പോൾ ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ പാരീസ് ഉടമ്പടി, ട്രീറ്റി ഓഫ് പാരീസ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ചോദിച്ചിട്ടുണ്ട് ചോദ്യം. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ട്രീറ്റി ഓഫ് പാരീസ്, അല്ലെങ്കിൽ പാരീസ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ഒരു റൈറ്റ് അപ്പ്, കുറിപ്പ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് ഒന്ന്, 1783 എന്നുള്ള വർഷം ഓർക്കണം. ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ് എന്നുള്ള ഓർക്കണം. അതായത് 1783 നടന്നത്. ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. Then framed a constitution and the leadership for the framing of constitution was made by James Madison. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ഭരണഘടന തയ്യാറാക്കി. And George Washington became the first president of USA. പുതിയതായി രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകൾ, USA-യുടെ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിങ്ടൺ വന്നു. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ വരിക. According to the Treaty of Paris, 1783, England ratified the freedom of 13 colonies. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution, and George Washington became the first president of United States of America, USA. അല്ലേ? 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം USA, അമേരിക്കൻ ഐക്യനാടുകൾ രൂപീകരിച്ചു. ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടണായി. അപ്പോൾ ആ പോയിന്റുകൾ നമ്മൾ ഒന്നുകൂടി ഓർക്കുക. 1783 നടന്നു. കോളനികൾക്ക് 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ. ജോർജ് വാഷിങ്ടൺ ഒന്നാമത്തെ പ്രസിഡന്റായി. എന്തിൻ്റെ? USA-യുടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കണം പാരീസ് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്നാൽ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എക്സാമിനേഷന് പലതവണ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിൽക്കാല ചരിത്രത്തിൽ അമേരിക്കൻ വിപ്ലവം ചെലുത്തിയ സ്വാധീനമെന്ത്? വാട്ട് വാസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ ഇൻ ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്? ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ഗീവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ സ്ട്രഗിൾസ്. പിൽക്കാല വിപ്ലവങ്ങൾക്ക് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം. ഗൈഡഡ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി മാറി നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പുട്ട് ഫോർവേഡഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ വിപ്ലവമാണ്. ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയം തന്നെ ലോകത്തിന് നൽകിയത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷനാണ്. ദെൻ കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ സിസ്റ്റം എന്നാൽ സംസ്ഥാനങ്ങൾക്ക്, പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം. കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷുവേർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. കണ്ടോ? ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ്. ഗൈഡഡ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ്. പുട്ട് ഫോർവേഡഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. പിൽക്കാല സ്വാതന്ത്ര്യങ്ങൾക്കും സമരങ്ങൾക്കും, അത് ഏത് വിപ്ലവമാണെങ്കിലും ആ വിപ്ലവം അടുത്ത സമരത്തിന്
അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ലക്ഷ്യബോധവും പ്രചോദനവും നൽകും എന്നുള്ളത് ഓർത്തിരിക്കുക. ഏത് വിപ്ലവമാണെങ്കിലും അതിനുശേഷം മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി മാറി നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിന് സമ്മാനിച്ചത് അമേരിക്കൻ റവല്യൂഷന് ശേഷമാണ്. സംസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം, ഫെഡറൽ സിസ്റ്റം എന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ ഇത്രയുമാണ് പിൽക്കാല ചരിത്രത്തിൽ അമേരിക്കൻ വിപ്ലവം ചെലുത്തിയ സ്വാധീനം. അപ്പോൾ അത് തീർച്ചയായിട്ടും പഠിക്കണം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വരെ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊരു പുതിയ രീതിയിലാണ് ഇന്ന് പഠിച്ചത്. നമ്മൾ പോയിന്റ്സുകൾ ലിസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കി. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്ക് മാത്രമായതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പോയത്. എങ്ങനെയുണ്ട് ഈ രീതി? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. അതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ക്ലാസ്സുകളിലേക്ക് നമ്മൾ പോവുക. പിന്നെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, കോസസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ, പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്, അത് പ്രത്യേകമായിട്ട് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോണ്ടിനെന്റൽ കോൺഗ്രസസ്, പ്രധാനപ്പെട്ട കോണ്ടിനെന്റൽ കോൺഗ്രസുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഷോർട്ട് നോട്ടായിട്ട് പ്രത്യേകമായിട്ട് പഠിക്കണം. ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ച എങ്ങനെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൽക്കാല ചരിത്രത്തിൽ സ്ഥാനം നേടിയത് അല്ലെങ്കിൽ സ്വാധീനിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഉടനെ തന്നെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഒരു കാര്യം കൂടി, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം തരുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.